12 ദിന യുദ്ധത്തിൽ ഇസ്രായേലുണ്ടായ നാശനഷ്ടങ്ങളുടെ ഏറ്റവും പുതിയ കണക്കുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരിട്ടുള്ള നഷ്ടം ഏകദേശം 9,700 കോടി രൂപ വരുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇസ്രായേൽ ടാക്സ് അതോറിറ്റിയാണ് പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കഴിഞ്ഞ ജൂൺ 13-നാണ് ആണവ പദ്ധതികൾ തകർക്കാനെന്ന് പറഞ്ഞ് ഇസ്രായേൽ ഇറാന്റെ മണ്ണിൽ വൻ ആക്രമണം അഴിച്ചുവിടുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേര് നൽകിയ ആക്രമണത്തിന് അതേ ദിവസം തന്നെ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. ഇറാന്റെ വ്യോമാതിർത്തിയും കടന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചും ഇറാന്റെ മണ്ണിൽ നേരത്തെ സ്ഥാപിച്ച മൊസാദിന്റെ ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. അതും കൃത്യമായ ലക്ഷ്യങ്ങൾ നിർണയിച്ച് നടന്ന ആക്രമണങ്ങൾ. എന്നാൽ ഏകദേശം 1300 മുതൽ 1500 കിലോമീറ്ററുകൾ വരെ അകലെ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചായിരുന്നു ഇറാന്റെ തിരിച്ചടി. ഇത്രയും ദൂരം അകലെ നിന്ന് ഇറാൻ അയച്ച മിസൈലുകൾ ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലും സ്ഥാപനങ്ങളിലുമെല്ലാം വ്യാപകമായ നാശം വിതച്ചു. തെല്ലവീവ്, ഹൈഫ, ജെറുസലേം എന്നിവിടങ്ങളിലെല്ലാം വലിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇസ്രായേലിന്റെ പ്രധാന ഗവേഷണ സ്ഥാപനമായ വീറ്റ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, സൊറോക്ക മെഡിക്കൽ സെന്റർ തുടങ്ങിയവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമായും ഇസ്രായേൽ സൈന്യവുമായും നേരിട്ട് ബന്ധമുള്ള, അവർക്കായി ഡ്രോണുകളും ആയുധങ്ങളും വികസിപ്പിക്കുന്ന സ്ഥാപനം കൂടിയാണ് വീറ്റ്സ്മാൻ. ഇസ്രായേൽ പെന്റഗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന കിറിയ കോംപ്ലക്സ് ലക്ഷ്യമിട്ടും ഇറാൻ മിസൈലുകൾ എത്തിയിരുന്നു. എന്നാൽ ഭരണകൂടം ഏർപ്പെടുത്തിയ ശക്തമായ മാധ്യമ സെൻസറിംഗ് കാരണം പല വാർത്തകളും ദൃശ്യങ്ങളും ഒന്നും പുറം ലോകം കണ്ടിട്ടില്ല. പല വിവരങ്ങളും ഇനിയും പുറത്തു വരാതെ കിടക്കുകയാണ്. അതിനിടയിലാണ് നാശനഷ്ടങ്ങളുടെ കണക്കുകൾ വ്യക്തമാക്കി ഇസ്രായേൽ ടാക്സ് അതോറിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 12 ദിന യുദ്ധത്തിനിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞ് 53,599 ക്ലെയിമുകളാണ് ലഭിച്ചത് എന്നാണ് ഇസ്രായേൽ ടാക്സ് അതോറിറ്റി ഡയറക്ടർ ഷായ് അഹ്റോനോവിച്ച് വെളിപ്പെടുത്തുന്നത്. ഇവയുടെ ആകെ നഷ്ടം 4 ബില്യൺ ഇസ്രായേൽ ഷെക്കൽ വരും, ഏകദേശം $1.1 ബില്യൺ. നേരിട്ടുണ്ടായ നാശനഷ്ടങ്ങൾ മാത്രമാണിത്. നേരിട്ടല്ലാത്തതിന് അതിലും എത്രയോ ഇരട്ടി വരുമെന്നും ഷായ് വ്യക്തമാക്കുന്നുണ്ട്. ആകെ 1,00,000 വരുന്ന നാശനഷ്ടങ്ങളിൽ 41,962 കെട്ടിടങ്ങൾ തകർന്നതാണെന്നാണ് ടാക്സ് അതോറിറ്റിയെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമം യെദിയോത്ത് അഹ്റോനോത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ 36,928 സ്വകാര്യ പാർപ്പിടങ്ങളാണ്. ആയിരക്കണക്കിന് വീടുകൾ സമ്പൂർണ്ണമായി തകർന്നു. അവ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടി വരും. അതിന് മാസങ്ങളും വർഷങ്ങളും എടുക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടൊപ്പം ഭവനരഹിതരായവരുടെ ബദൽ താമസത്തിനായുള്ള ചെലവും സർക്കാർ വഹിക്കേണ്ടതുണ്ട്. 5,108 വ്യവസായ ബിസിനസ് സംരംഭങ്ങളാണ് ആക്രമണത്തിൽ തകർന്നത്. പുനർനിർമ്മിക്കാനാകാത്ത വിധം നാമാവശേഷമായ 100 കണക്കിന് ഓഫീസുകളും ഷോറൂമുകളും അതിൽ ഉൾപ്പെടുന്നു. നിശേഷം തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്ത വാഹനങ്ങളും 1000-ലേറെ വരും. ടാക്സ് അതോറിറ്റി കണക്കു പ്രകാരം ആകെ 5,400 കാറുകളാണ് മിസൈൽ പതിച്ച് തകർന്നത്. ഇതുവരെയായി $430 മില്യൺ നഷ്ടപരിഹാരമായി ടാക്സ് അതോറിറ്റി വിതരണം ചെയ്തിട്ടുണ്ട്. നേരിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് മാത്രമാണ് ഇതുവരെയും നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളത്. നേരിട്ടല്ലാത്ത നഷ്ടങ്ങൾ 98,569 വരുമെന്നും ടാക്സ് അതോറിറ്റി കണക്ക് കൂട്ടുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി വ്യവസായശാലകൾ ദീർഘകാലത്തേക്ക് അടച്ചിടേണ്ടി വന്നു. പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. പേരുകേട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭേദിച്ചാണ് ഇറാൻ മിസൈലുകൾ ഇത്രയും നാശം വിതച്ചതെന്നും ശ്രദ്ധേയമാണ്.